ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. അന്നത്തെ ചെന്നൈ ട്രിപ്പിൻ്റെ ബാക്കി പാട്ടാണ് ഇത്. അപ്പം നമ്മൾ വൈകുന്നേരത്തെ നടത്തൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വിനോദേട്ടൻ വീട് ഷിഫ്റ്റ് ചെയ്തിട്ട് അത്രയും ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വർക്കും കാര്യങ്ങളും ഇപ്പവും സ്റ്റിൽ റണ്ണിങ് ആണ്. അടിപൊളിയായിട്ടുള്ള കുറേ വാൾ പീസുകളും അതുപോലെ പെയിൻറ്റിങ്സ് ഒക്കെ മൂപ്പര് വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. നൈറ്റ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദോശയും ചട്നിയും അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ രാത്രിത്തെ ഡിന്നർ ഫിനിഷ് ചെയ്തു. കുട്ടിയായിരുന്നപ്പം മുതലേ എൻ്റെ വീട്ടിലുള്ള ഒരു കസ്റ്റമാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. അത് രാത്രി ആയാലും രാവിലെ ആയാലും ഉച്ചക്കായാലും എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുക. അതിനൊരു പ്രത്യേക ഫീൽ. അത് ഈ കൂട്ടുകുടുംബത്തിലെല്ലാം നിൽക്കുന്നവർക്ക് ആ ഒരു ഫീല് മനസ്സിലാവും. നമ്മൾ ജോയിൻറ്റ് ഫാമിലീനെ ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് വരുമ്പം അതൊക്കെ ഭയങ്കര മിസ്സിങ് ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെ രാത്രി ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് തന്നെ രാവിലെ ആയിട്ടുണ്ടായി. കാലത്ത് 5:45 ഫ്ലൈറ്റ് എങ്കിലും രാവിലെ ഒരു 4:30 ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണേ. വിനോദേട്ടൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ രാവിലെ അലാറം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ബീനേച്ചീനെ ഒന്ന് ഏൽപ്പിച്ചാൽ മതി. കറക്റ്റ് സമയത്ത് മൂപ്പർ വിളിച്ച് എഴുന്നേൽപ്പിക്കും. അങ്ങനെ 3:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷപ്പായി നമ്മളെല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോയി. ഏർലി മോർണിംഗുള്ള ജേർണി എൻ്റെ ഭയങ്കര വീക്ക്നെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ നേരത്തുള്ള യാത്ര ഭയങ്കര ഫീലായിരിക്കും. ആ സമയത്ത് എന്താണെന്നറിയില്ല, പഠിക്കുന്ന സമയത്തായാലും രാവിലെ എഴുന്നേറ്റ് പഠിക്കാനാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. കാരണം രാത്രി ഒരു 9-9:30 കഴിയുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ബാറ്ററി ലോ ആയിട്ടുണ്ടാവും. പിന്നെ റീചാർജ് ആവണമെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് 3 o'clock ആവണം. അന്നേരം ഇരുന്നിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അത് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവുമായിരിക്കും പറയുമ്പോൾ. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഷാർപ്പ് ടൈമിലും നേരത്തെ തന്നെ എയർപോർട്ട് റീച്ച് ആയിട്ട് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന എയർപോർട്ടിൻ്റെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നേ ദൂരേന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ലൈന് നിൽക്കുകയാണ്. അതിനിടയിൽ ഇതേ കുഞ്ഞു ബസ്സൊക്കെ പോകുന്നുണ്ട്, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ വിനോദേട്ടനും ബീനേച്ചിയും എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് അകത്ത് കയറ്റിയതിന് ശേഷം അവർ മെല്ലനെ ബായ് പറഞ്ഞ് പോയിട്ടാ. പിന്നെ മെല്ലനെ ഞാൻ ലഗേജിൻ്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് ബോർഡിംഗ് പാസും കളക്ട് ചെയ്ത് ഗേറ്റ് നമ്പറും തപ്പി നടന്നു. ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പിടിക്കുന്ന അത്രയും തന്നെ കാത്തിരിപ്പൊന്നും ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് ഇല്ല കേട്ടോ. കാരണം 1 മണിക്കൂർ മുന്നേ എത്തിയാൽ മതി. മറ്റേത് നമ്മൾ 3 മണിക്കൂർ എങ്ങനെയാ എയർപോർട്ടിൽ തള്ളി നിൽക്കുന്നത് നമുക്ക് മാത്രമേ അറിയൂ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ കണ്ണൂരേക്കുള്ള ഫ്ലൈറ്റിലെ ആൾക്കാർ ലൈനപ്പ് ചെയ്യാൻ പറഞ്ഞു. ബോർഡിംഗ് പാസിന്റെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഒരു ബസ്സിലോട്ടാണ് കയറിയത്. ഇനി ഈ ബസ്സിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നത്. മുന്നേ എത്ര തവണ ഫ്ലൈറ്റ് കയറിയെന്ന് പറഞ്ഞാലും ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്ന ഒരു ഫീലിംഗാണ് എനിക്ക് എപ്പോഴും ഫ്ലൈറ്റ് കയറുന്ന സമയത്ത്. മിനിമം ഒരു 10 മിനിറ്റിൽ കൂടുതലെങ്കിലും നമ്മൾ ഈ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. കുറച്ച് ദൂരെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഫ്ലൈറ്റ് നിർത്തിയിട്ടുണ്ടാവുക. പണ്ടൊക്കെ എനിക്ക് സ്ഥിരം തോന്നുന്ന ഒരു സംശയമാണ്, ഇത്തിരി പോകുന്ന ഈ വിമാനത്തിൽ എങ്ങനെയാണ് ഇത്ര പാട് ആൾക്കാർ ട്രാവൽ ചെയ്യുന്നത്? ദൂരെ നിന്ന് കണ്ടിട്ടുള്ള അനുഭവമല്ലേ ഉള്ളൂ. ആകാശത്തിലൂടെ ഇത്തിരി കുഞ്ഞന്മാർ പോലെ ഇങ്ങനെ കുറേ ഫ്ലൈറ്റുകൾ ട്രാവൽ ചെയ്യുന്നത് കാക്കകളുടെ കാട്ടും ചെറിയ സൈസിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ അത്ഭുതമായിട്ടാണ് പണ്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വലുതായി ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് ഇത്തിരി കുഞ്ഞനല്ല, ഇത്രയും വലിയൊരു സാധനമാണ്, ഇതിനകത്ത് ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസുമായിട്ട് നമ്മൾ വലതുകാലം വെച്ച് നമ്മുടെ ഫ്ലൈറ്റിലോട്ട് കയറിയിട്ടാ. അവിടെ തന്നെ ഫ്രണ്ട്ലി എയർ ഹോസ്റ്റസ് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായി. ഈ ഫ്ലൈറ്റ് യാത്രേൻ്റെ സീറ്റൊക്കെ ഞാൻ ഓൺലൈനിൽ വിൻഡോ ആണെന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ അത് എമർജൻസി വിൻഡോൻ്റെ അടുത്തുള്ള സീറ്റായിപ്പോയി. ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തവർക്ക് അറിയാമായിരിക്കും, എമർജൻസി വിൻഡോൻ്റെ അടുത്തിരിക്കുന്നവർക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളാണ് അത് ഓപ്പൺ ചെയ്ത് വെളിയിൽ ഫസ്റ്റ് കടക്കേണ്ട ആൾ. അന്നത്തെ ഫ്ലൈറ്റിലെ സ്റ്റാഫ്സുകളെല്ലാം നേപ്പാളിൽ നിന്നുള്ള ആൾക്കാരായിരുന്നേ. ഫ്രണ്ടിൽ സീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരം അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് നല്ല കമ്പനി ആവാനും പറ്റി. അങ്ങനെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എയർ ഹോസ്റ്റസ് വന്നിട്ട് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും അതുപോലെ സെക്യൂരിറ്റി ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ മെല്ലനെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ മെല്ലനെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു റൺവേയിലേക്ക്. കുറച്ച് നേരം പോയിട്ടുണ്ടായി, ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. നമ്മളങ്ങനെ പൊങ്ങി ആകാശത്തോട് പോവാണ് ഗൈസ്. യെസ്, അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ടേക്ക് ഓഫ് ചെയ്തിട്ടുള്ളത്.
കുറച്ച് മുന്നേ വരെ പടുകൂറ്റൻ വിമാനമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന വിമാനങ്ങളൊക്കെ ദേ ഇത്തിരി കുഞ്ഞമാരം പോലെ നിരന്ന് നിന്നത് കണ്ടോ. അത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറഞ്ഞാലും. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല. അടുത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നമൊക്കെ വലുതായിരിക്കും. പക്ഷേ അത് ഒരു കണക്കിന് നോക്കിയാൽ അതൊക്കെ നമ്മളെ ലൈഫിനെ എന്താ പറയുക വേറൊരു തലത്തിലേക്ക് എത്തിക്കും. അതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നതെന്നും കൂടി ചിന്തിച്ചാൽ അത് നമ്മുടെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് തന്നെ മാറും. നമ്മുടെ ബോച്ചെ പറഞ്ഞതുപോലെ നമ്മൾ 100-200 വർഷമൊന്നും ജീവിക്കാൻ പോകുന്നില്ലല്ലോ. ഇനി എണ്ണിച്ചുട്ട അത്രയും ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ മറ്റുള്ളവരെ ഹാപ്പിയാക്കി നമ്മളും ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിച്ചു പോയാൽ അതിലും വലിയൊരു സ്വർഗം നമുക്കിനി കിട്ടാനില്ല. അപ്പോൾ കൂടുതൽ വളച്ചു ചാട്ടി ഞാൻ പറയുന്നൊന്നുമില്ല. നമ്മൾ ലൈഫ് ഹാപ്പി ആയിട്ട് വെക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളൊരു നിമിഷം നമുക്ക് ഇനി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അത് നമുക്കൊരിക്കലും തിരിച്ചു കിട്ടൂല. ഓരോ മിനിറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. നമ്മളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു നിമിഷം നമ്മൾ കഴിഞ്ഞത് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ടോ ഒരു കാര്യവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ആ ഒരു ടൈം വേസ്റ്റാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതേ നോക്കിയേ, മഞ്ഞുമല പോലെ ഇല്ലേ ആകാശം, വെറും മേഘങ്ങളാണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ ആകാശത്തിൻ്റെ ഭംഗിയൊക്കെ കുറേ നേരം ഇരുന്ന് ആസ്വദിച്ച് എനിക്ക് പിന്നെ കുറച്ച് നേരം ഉറക്കം വന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റതല്ലേ, ആ ഉറക്കം ബാക്കിയുള്ളത് ഞാൻ ആ ഫ്ലൈറ്റിൽ വെച്ച് അങ്ങ് ഉറങ്ങി തീർത്തു. പിന്നെ കണ്ണ് തുറക്കുന്നത് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്, 10 മിനിറ്റിനുള്ളിൽ കണ്ണൂർ ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ മെസ്സേജും കേട്ടോണ്ടാണ്. പിന്നെ ഉറക്കം അങ്ങ് പോയില്ലേ. പിന്നെ കാഴ്ചകൾ കാണാൻ തുടങ്ങി. ഇത്രയും നേരം ചെന്നൈൻ്റെ മേലെയുള്ള ആകാശ കാഴ്ചകളായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ എറൗണ്ട് കണ്ണൂർ, മട്ടന്നൂർ ആ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വളപട്ടണം പുഴയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും മഞ്ഞും മേഘങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് കവർ ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഇതിനൊക്കെ നല്ലൊരു ഫീലിംഗ് ഗുഡായിരുന്നു എനിക്ക്. ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് പോയത് എൻ്റെ ഒരു വലിയൊരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു ഹാപ്പിനെസ്സും എനിക്കുണ്ട്. ഡ്രീം കം ട്രൂ ആണ്. ഒരുപാട് നാളത്തെ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. പൗലോ കോലോയിലും അതുപോലെ തന്നെ ആൽക്കമിസ്റ്റിലും സീക്രട്ട് ബുക്കിലൊക്കെ പറയുന്ന ഒരു കാര്യമില്ലേ, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച നമ്മുടെ പ്രകൃതി പോലും നമുക്ക് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എൻ്റെ ഒരു വലിയ മാനിഫെസ്റ്റേഷൻസ് തന്നെയായിരുന്നു ഇത്. ഒരു ചാൻസും ഇല്ലാത്തടത്തു നിന്നാണ് എനിക്കൊരു ചാൻസ് കിട്ടിയത്. അതിന് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. അങ്ങനെ നമ്മളെ കഥയൊക്കെ പറഞ്ഞു കഴിയുന്നതിനിടയിൽ തന്നെ നമ്മൾ സേഫായിട്ട് കണ്ണൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരം നേപ്പാളി കൊച്ച് എന്നെ ബായൊക്കെ പറഞ്ഞ് യാത്രയാക്കിയിട്ടുണ്ടായിരുന്നേ. ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറിയ പോലെ തന്നെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടും നേരെ പോയത് ബസ്സിലേക്കാണ്. ബസ്സിലാണ് നമ്മൾ പിന്നെ എൻട്രൻസിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി ബാഗും കളക്ട് ചെയ്ത് വണ്ടിയും എടുത്ത് നേരെ വീട്ടിലോട്ട് വിട്ടേ. ആദ്യമായിട്ടാണ് കണ്ണനെ വിട്ട് 2 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളൊക്കെ അവനും ഉണ്ടായിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് അവനെ കാണണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഞാൻ എത്തുമ്പോഴേക്കും അവൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായി. പിന്നെ വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷപ്പായി അമ്മേനെയും കൂട്ടിയിട്ട് നേരെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോസിലായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. വീണ്ടും കാണാം. ബൈ.